ഞാൻ ഒരു കല്യാണം കഴിച്ചാലോ എന്ന് ആലോചിക്കാം. അതാവുമ്പോ എന്റെ ഹോംവർക്കൊക്കെ അവളെ എഴുതി തരുമല്ലോ. എത്രയാന്ന് വെച്ചിട്ടാണ് അമ്മയെ ബുദ്ധിമുട്ടിക്കണം. എന്തൊക്കെയാണോ നടക്കുന്നത്? നമുക്ക് ചാടിച്ചത്താലോ ജയ. ഇവിടെ ഒരുത്ത മൂത്ത് നരച്ച് മൂക്കി കൂടെ പല്ലി വരങ്ങി നിൽക്കുന്നു. പൂർണ്ണതയുണ്ടോ? നീ വിഷമിക്കാണ്ടി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. മാത്രം ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് വിവാഹം. ആ സന്തോഷവും അതിന്റെ പവിത്രതയും മനസ്സിലാകും. ഈശ്വര, ഇതാണ് ന്യൂ ജനറേഷൻ. நம்ம கல்யாணம் பண்ணிக்கலாமா? உண்மை என்று தெரிந்துமே நெஞ்சம் சொல்ல தயங்குதே, கைகள் கோர்த்து பேசினாலே ധൈര്യങ്ങൾ തോன்றுமே. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ഏതു പട്ടിക്ക് ഒരു ദിവസം ഉണ്ടെന്നല്ല പറയാറ്, അതുപോലെ സാറിനുണ്ടാവും ഒരു ദിവസം. സ്നേഹിച്ച പെൺകുട്ടിയെ തന്നെ വിവാഹം ചെയ്യുന്നത് ആണത്തമാണ്, തറവാടിത്തമാണ്. ഈ കൊച്ചു കഴിവർ ഇതെങ്ങനെ ചെയ്യുന്നത്? ഒരു 100 ജന്മം കാത്തിരുന്ന്. അയ്യോ, നീ കണ്ടത് കണ്ടു, ഞങ്ങൾ ഇതിനെ വിളിച്ച് കാണിക്കണേ. ഒരു സുഖം, ഒരു മനസുഖം. ഇത് കണ്ട രോമാറ്റം നോക്കി. ഒടുവിൽ നീ എന്നരികിലെത്തി. എന്തല്ലേ വാക്കുകളുണ്ടോ തൂലികയിൽ വാസന പൂങ്കാറ്റേ. പൊന്നളിയാ, കണ്ടിയത് എന്റെ ജ്ഞാനക്കണ്ണ് വരെ നിറഞ്ഞുപോയി. ചെസ് നമ്പർ 1 മോണോ ആക്ട് കലക്കി. ചെസ് നമ്പർ 2 ഓൺ സ്റ്റേജ്. ഉഭയ കുശല ചിരജീവന പ്രസുഖ ഭരിത മഞ്ജുളതര ശൃംഗാരേ. എടാ, എന്റെ മോളെ കെട്ടണമെന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ പെണ്ണാണ്. ഓ സഞ്ചാരേ അധര രുചിത മധുരിത ഭഗസുധന കനക പ്രശമ നിരത. അന്നവിടെ ഒരുമിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളുടെ പ്രണയത്തിന് മഴവില്ലിന്റെ അഴകാണെന്ന്. ആനന്ദഭോഗം ആജീവകാലം. നിന്റെ സങ്കല്പത്തിലുള്ള പോലെ ഒരു ഭാര്യയെ കിട്ടാന്ന് പറഞ്ഞാൽ ഈ 21ാം നൂറ്റാണ്ടിൽ ഒരു ഡയനസോറിനെ തപ്പി നടക്കുന്ന പോലെയാ. ഓക്കി വിട്ടു. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? ഒരു ചേഞ്ചൊക്കെ ആർക്കാ ഇഷ്ടമല്ലാത്ത? ഇതെങ്ങോട്ടാണ് പോണത്?